ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ട്യൂഷൻ ഹോം. 10ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ലെസണായ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നമ്മളെല്ലാം പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കഥയാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. അദ്ദേഹത്തിന്റെ ഈ കഥ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് വി അബ്ദുള്ള എന്ന റൈറ്ററാണ്. കഥ നമുക്കൊന്ന് വായിക്കാം. Has a snake ever coiled itself round any part of your body? എപ്പോഴെങ്കിലും ഒരു പാമ്പ് നിങ്ങളുടെ ദേഹത്ത് ചുറ്റിയിട്ടുണ്ടോ? A full blooded cobra, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മൂർഖൻ. All of us fell silent. പെട്ടെന്ന് എല്ലാവരും നിശബ്ദരായി. The question came from the homeopath. ഈ ചോദ്യം വന്നൊരു ഹോമിയോപ്പത്ത് ഡോക്ടറിൽ നിന്നാണ്. The topic came up when we were discussing snakes. ഈ ടോപ്പിക്ക് വന്നത് ഞങ്ങൾ പാമ്പുകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ്. We listened attentively as the doctor continued with the tale. ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഡോക്ടർ കഥ തുടർന്നു. It was a hot summer night about 10 o'clock. വളരെ ചൂടുള്ള ഒരു വേനൽക്കാല രാത്രി 10 മണി. I had my meal at the restaurant and returned to my room. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് മടങ്ങിയെത്തി. I heard a noise from above as I opened the door. റൂം തുറന്നപ്പോൾ മുകളിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. The sound was a familiar one. വളരെ ഫെമിലിയർ, പരിചിതമായ ശബ്ദമായിരുന്നു. One could say that rats and I shared the room. വേണമെങ്കിൽ പറയാം ഞാനും എലികളുമാണ് റൂം പങ്കിട്ടതെന്ന് ഒരാൾക്ക് വേണമെങ്കിൽ പറയാം. I took out my box of matches and lighted the kerosene lamp on the table. ഞാൻ തീപ്പെട്ടി എടുത്ത് മേശപ്പുറത്തിരുന്ന കെറോസിൻ ലാമ്പ് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. The house was not electrified. വീട് ഇലക്ട്രിഫൈഡ് അല്ല, വൈദ്യുതീകരിച്ചിട്ടില്ല. It was a small rented room. ചെറിയ വാടകയുള്ള ഒരു മുറിയാണ്. I had just set up medical practice and my earnings were meager. ഞാൻ മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഏർണിങ്സ് മിഗർ, തുച്ഛമായിരുന്നു, വളരെ കുറവായിരുന്നു. I had about 60 rupees in my suitcase. എൻ്റെ സ്യൂട്ട്കേസിൽ 60 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. Along with some shirts and dhotis, I also possessed one solitary black coat which I was then wearing. അത് കൂടാതെ എൻ്റെ കയ്യിൽ കുറച്ച് ഷർട്ടും മുണ്ടുകളും ഞാൻ ധരിച്ചിരുന്ന ഒരു സോളിറ്ററി ബ്ലാക്ക് കോട്ടും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. I took off my black coat. ഞാൻ എൻ്റെ കോട്ട് അഴിച്ചു. White shirt and not so white vest. എൻ്റെ ഷർട്ടും അത്ര വെളുപ്പല്ലാത്ത എൻ്റെ ബനിയൻ, വെസ്റ്റ് ബനിയനും അഴിച്ചു. And hung them up. അതഴിച്ച് തൂക്കി. I opened the 2 windows in the room. Then I opened the windows. ജനാലകൾ തുറന്നു. It was an outer room with one wall facing the open yard. ഒറ്റ ഭിത്തി കൊണ്ട് പുറത്തുനിന്ന് മറച്ച ഒരു മുറിയാണ്. It had a tiled roof with long supporting gables that rested on the beam over the wall. Tiled roof ആണ്, ഓട് പാകിയ റൂമാണ്. ഗാബിൾസ് നമുക്കറിയാം, പഴയ വീടുകളിലൊക്കെ ഈ ത്രികോണ തലപ്പ് എന്നൊക്കെ പറയും. ഒരു ട്രയാങ്കിൾ വീടിന്റെ ടോപ്പിൽ കാണാം. അങ്ങനെയുള്ള ഒരു കൊച്ചു വീടാണ്. There was no ceiling, മച്ചില്ല. There was regular traffic of rats to and from the beam. പതിവായി എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ തൂണിലൂടെ പോകാറുണ്ട്. I made my bed and pulled it close to the wall. ഞാൻ കിടക്ക വിരിച്ച് ജനാലയോട് ചേർത്തിട്ടു, ഭിത്തിയോട് ചേർത്തിട്ടു, കാറ്റ് കിട്ടാൻ. I lay down but I could not sleep. ഞാൻ കിടന്നു, പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല. I got up and went out to the veranda for a little air. എഴുന്നേറ്റ് പുറത്തേക്ക് കാറ്റ് കൊള്ളാൻ പോയി. But the wind god seemed to have taken time off. പക്ഷേ വായുദേവൻ അവധിക്ക് പോയിരുന്നു. Which means at that time there having wind, കാറ്റില്ലായിരുന്നു. I went back into the room and sat down on the chair. കാറ്റില്ലാത്തതുകൊണ്ട്, പുറത്ത് കാറ്റില്ല, അങ്ങനെ മടങ്ങി വന്ന് ആ റൂമിൽ കസേരയിലിരുന്നു. I opened the box beneath the table and took out a book. അങ്ങനെ മേശയ്ക്ക് അടിയിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് അത് തുറന്നൊരു പുസ്തകം എടുത്തു. The Materia Medica, ആ പുസ്തകത്തിന്റെ പേരാണ്. I opened it at the table on which stood the lamp and a large mirror. അപ്പോൾ മേശപ്പുറത്ത് വെച്ച് ഞാൻ ആ പുസ്തകം തുറന്നു.
അപ്പോൾ മേശപ്പുറത്തൊരു ലാമ്പും ലാർജ് മിററും, ഒരു വിളക്കും കണ്ണാടിയും ഉണ്ട്. എ സ്മോൾ കോംബ് ലേ ബിസൈഡ് ദ മിറർ. ആ മിററിന്റെ അടുത്തൊരു ചെറിയ ചീപ്പുമുണ്ട്. One feels tempted to look into a mirror when it is near. അടുത്ത കണ്ണാടി ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണമെന്ന് എല്ലാവർക്കും ടെംപ്റ്റേഷൻ, ഒരു പ്രലോഭനം ഉണ്ടാവും. I took a look. ഞാനൊന്ന് നോക്കി. In those days I was a great admirer of beauty. ആ കാലത്ത് ഞാൻ സൗന്ദര്യത്തിന്റെ വളരെ വലിയ അഡ്മിറർ, ആരാധകനായിരുന്നു. And I believed in making myself look handsome. താൻ വളരെ സുമുഖനായിരിക്കണം, ഹാൻസം ആയിരിക്കണം എന്ന് ആ ഡോക്ടർ വിശ്വസിച്ചിരുന്നു. I was unmarried and was a doctor. Unmarried ആണ്, വിവാഹം കഴിച്ചിട്ടില്ല, പോരാത്തതിന് ഡോക്ടറുമാണ്. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. വളരെ ഹാൻസം ആയിരിക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് ആ മേശപ്പുറത്ത് കിടന്ന ചീപ്പെടുത്ത് ആ തലമുടി കറക്റ്റായിട്ട് പകുത്ത് ചീപ്പി. Again I heard that sound from above. വീണ്ടും മുകളിൽ നിന്ന് ആ ശബ്ദം ഞാൻ കേട്ടു. I took a close look at my face in the mirror. ഞാൻ കണ്ണാടിയിൽ എൻ്റെ മുഖം നോക്കി. I made an important decision. ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയ ഡിസിഷൻ എടുത്തു. I would shave daily and grow a thin mustache to look more handsome. ഡെയിലി ഷേവ് ചെയ്യുകയും ഒരു മേൽമീശ, മസ്റ്റാഷ് എന്താണ്, ഒരു മേൽമീശ വെക്കണം എന്നും ഞാൻ ഉറപ്പിച്ചു. I was after all a bachelor and a doctor. അതിന്റെ കാരണം ഞാനൊരു ബാച്ചിലർ ആണ്, പോരാത്തതിനൊരു ഡോക്ടറുമാണ്. I looked into the mirror and smiled. ഞാൻ ആ കണ്ണാടിയിലേക്ക് നോക്കി ചിരിച്ചു. It was an attractive smile. നല്ല അട്രാക്റ്റീവായ ചിരിയാണ്. I made another earth-shaking decision. ഞാൻ മറ്റൊരു earth-shaking, ഭൂമി കുലുക്കുന്ന ഒരു വലിയ തീരുമാനം കൂടി എടുത്തു. I would always keep that attractive smile on my face. ഞാൻ എപ്പോഴും ആ അട്രാക്റ്റീവായ ചിരി എൻ്റെ മുഖത്ത് സൂക്ഷിക്കും. To look more handsome. എന്തിനാണ്? കൂടുതൽ ഹാൻസം ആയി കാണപ്പെടാൻ. I was after all a bachelor and a doctor, two on top of it. അതിന്റെ കാരണം ഞാനൊരു ബാച്ചിലർ ആണ്, പോരാത്തതിന് അതിനേക്കാളൊക്കെ മുകളിൽ ഒരു ഡോക്ടറാണ്. Again came that noise from above. വീണ്ടും മുകളിൽ നിന്ന് ആ ശബ്ദം വന്നു. I got up, lit a bead and paced up and down the room. ഞാൻ എഴുന്നേറ്റ് ഒരു ബീഡി കത്തിച്ച് paced up and down, മുമ്പോട്ടും പുറകോട്ടും നടന്നു. Then another lovely thought struck me. പെട്ടെന്ന് മനോഹരമായ മറ്റൊരു ചിന്ത മനസ്സിൽ വന്നു. I would marry. ഞാൻ കല്യാണം കഴിക്കണം. I would get married to a woman doctor who had plenty of money and a good medical practice. അപ്പൊ ഞാൻ എങ്ങനെയുള്ള സ്ത്രീയാണ് കെട്ടേണ്ടത്? ധാരാളം പണവും മെഡിക്കൽ പ്രാക്ടീസിനുള്ള ഒരു ഡോക്ടറെ കല്യാണം കഴിക്കണം. She had to be fat. നല്ല വണ്ണം ഉണ്ടായിരിക്കണം. For a valid reason. കാരണം if I made some silly mistake and needed to run away, she should not be able to run after me and catch me. എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ട് ഞാൻ ഓടിക്കളഞ്ഞാൽ എന്നെ ഓടി വന്ന് പിടിക്കാൻ അവൾക്ക് പറ്റരുത്. With such thoughts in my mind, I resumed my seat in the chair in front of the table. ഇത്തരം ചിന്തകളൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ കസേരയിൽ വന്നിരുന്നു. There were no more sounds from above. ഇപ്പോൾ മുകളിൽ നിന്ന് ശബ്ദമൊന്നുമില്ല. Suddenly there came a dull thud as if a rubber tube had fallen to the ground. പെട്ടെന്ന് എന്തോ ഒരു റബ്ബർ ട്യൂബ് നിലത്ത് വന്ന് വീണ പോലെ ശബ്ദം കേട്ടു. Surely nothing to worry about. ഉറപ്പായും ഭയപ്പെടാനൊന്നുമില്ല. Even so, I thought I would turn around and take a look. എന്നിരുന്നാലും ഞാനൊന്ന് തിരിഞ്ഞ് ഒന്ന് നോക്കി, എന്താണ് ആ ശബ്ദം. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. ഞാൻ തിരിഞ്ഞു നോക്കിയതും ഒരു പാമ്പ് ഇഴഞ്ഞു വന്ന് എൻ്റെ ഷോൾഡറിൽ, കസേരയിലൂടെ ഇഴഞ്ഞ പാമ്പ് ഷോൾഡറിൽ വന്നിരിക്കും. The snakes landing on me and my turning were simultaneous. ശബ്ദം കേട്ട് തിരിഞ്ഞ് ഞാൻ നോക്കാൻ തിരിഞ്ഞതും പാമ്പ് ഇഴഞ്ഞു വന്ന് ഷോൾഡറിൽ ഇരുന്നതും simultaneous, ഒരേ സമയത്ത് നടന്നു. I didn't jump, I didn't tremble, I didn't cry out. ഞാൻ ചാടിയില്ല, ട്രംബിൾ വിറച്ചില്ല, അലറി വിളിച്ചില്ല. There was no time to do any such a thing. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. The snake slithered along my shoulder and coiled around my left arm above the elbow. പാമ്പ് എൻ്റെ ഷോൾഡറിലൂടെ ഇഴഞ്ഞ് എൻ്റെ ലെഫ്റ്റ് ആം എൽബോയ്ക്ക് മുകളിലായിട്ട് എന്താണ്
ലെഫ്റ്റ് ആമില് പാമ്പ് കോയിൽ ചെയ്ത് ചുറ്റിയിരുന്നു. The hood was spread out and its head was hardly 3 or 4 inches from my face. അത് ഹുഡ് പത്തി വിടർത്തി എൻ്റെ മുഖത്തു നിന്ന് ഒരു 3-4 ഇഞ്ച് ഡിസ്റ്റൻസിൽ പാമ്പ് പത്തി വിടർത്തി നിന്നു. It would not be correct to say merely that I sat there holding my breath. ഞാൻ ശ്വാസം അടക്കി പിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാകില്ല. I was turned to stone. ഞാൻ ശരിക്കും ഒരു കല്ലായി മാറി. But my mind was very active. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സ് വളരെ ആക്റ്റീവ് ആയിരുന്നു, ചിന്തിച്ചുകൊണ്ടിരുന്നു. The door opened into darkness. പുറത്ത് ഇരുട്ടാണ്, അതിലേക്ക് ഡോർ തുറന്നു കിടക്കുന്നു. The room was filled with darkness. മുറി മുഴുവൻ ഇരുട്ട്. In the light of the lamp I sat there like a stone image in the flesh. ആ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഞാനൊരു ജീവശവമായി ഇരുന്നു. I felt then the great presence of the creator of this world and this universe. ആ നിമിഷം ഞാൻ ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഓർത്തു. God was there. ദൈവത്തെ. Suppose I said something and he did not like it. ഒരുപക്ഷെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. I tried in my imagination to write in bright letters outside my little heart the words "Oh God." ഞാൻ എൻ്റെ മനസ്സിൽ എഴുതി, ദൈവമേ. There was some pain in my left arm. It was as if a thick leaden rod, a rod made of molten fire, that was slowly but powerfully crushing my arm. തീയിൽ ചൂടാക്കിയ ഒരു കമ്പി വലിഞ്ഞു മുറുകിയാൽ എങ്ങനെ ഉണ്ടാകുമോ വേദന, അതുപോലെ വേദന തോന്നി. The arm was beginning to be drained of all strength. കൈയിലെ ശക്തി മുഴുവൻ ഇല്ലാതാകുന്ന പോലെ തോന്നി. What could I do? ഞാൻ എന്ത് ചെയ്യും? At my slightest movement the snake would strike me. ഒരു നിസാരമായ ചെറിയ ഒരു അനക്കം മതി പാമ്പെന്നെ കൊത്താൻ. Death lurked 4 inches away. ലഗ്ന എന്നാണ് പതുങ്ങിയിരുന്നു. Hid. മരണം ഒരു 4 ഇഞ്ച് അകലെയായിരുന്നു. Suppose it struck, what was the medicine I had to take? എങ്ങാനും ഇത് കൊത്തിയാൽ എന്ത് മരുന്നാണ് ഞാൻ കഴിക്കേണ്ടത്? There were no medicines in the room. റൂമിൽ മരുന്നൊന്നുമില്ല. I was but a poor, foolish and stupid doctor. ഞാൻ വളരെ foolish-ആയ മണ്ടനായ ഒരു ഡോക്ടറാണ്. I forgot my danger and smiled feebly at myself. എനിക്ക് പറ്റിയ അപകടത്തെ മറന്ന് ഞാൻ മന്ദഹസിച്ചു, ഞാനൊന്ന് ചിരിച്ചു. It seemed as if God appreciated that. ഒരുപക്ഷെ ദൈവത്തിന് പോലും രസിച്ചിട്ടുണ്ടാവും. The snake turned its head. പാമ്പ് തല മാറ്റി. It looked into the mirror and saw its reflection. പാമ്പ് കണ്ണാടിയിലേക്ക് നോക്കി തന്റെ റിഫ്ലക്ഷൻ കണ്ടു. I do not claim that it was the first snake that had ever looked into a mirror. ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല ആദ്യമായി കണ്ണാടിയിൽ നോക്കിയ പാമ്പ് അതാണെന്ന്. But it was certain that the snake was looking into the mirror. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പാമ്പ് കണ്ണാടിയിലേക്കാണ് നോക്കുന്നത്. Was it admiring its own beauty? പാമ്പ് അതിന്റെ തന്നെ ബ്യൂട്ടി, സൗന്ദര്യം ആസ്വദിക്കുകയാണോ? Was it trying to make an important decision about growing a mustache or using eyeshadow and mascara or wearing a vermilion spot on its forehead? ഒരുപക്ഷെ പാമ്പ് ഒരു തീരുമാനം എടുക്കുകയാണോ, ഒരു മസ്റ്റാഷ് മേൽമീശ വെക്കുന്നതിനെ പറ്റിയോ ഐഷാഡോ മസ്കാരയോ ഒക്കെ ഇടുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ വെർമിലിയോൺ സ്പോട്ട് ചുവന്ന കുറി ഇടുന്നതിനെ പറ്റിയൊക്കെ പാമ്പ് ചിന്തിക്കുകയാണോ എന്ന് ഞാൻ സംശയിച്ചു. I did not know anything for certain. What sex was the snake? Was it male or female? ആ സ്നേക്ക് ആണാണോ പെണ്ണാണോ ഒന്നും എനിക്കറിയില്ല. I will never know. For the snake unwound itself from my arm and slowly slithered into my lap. പാമ്പ് മെല്ലെ അൺബൗണ്ട് ചുരുളഴിച്ച് എൻ്റെ മടിയിലേക്ക് വന്നു. From there it crept onto the table and moved towards the mirror. അങ്ങനെ പാമ്പ് ഇഴഞ്ഞ് മടിയിൽ നിന്നും മേശപ്പുറത്തേക്ക് കയറി ആ മിറർ കണ്ണാടിയിലേക്ക് നോക്കി. Perhaps it wanted to enjoy its reflection at closer quarters. ഒരുപക്ഷെ പാമ്പിന് ആ കണ്ണാടിയുടെ അടുത്ത് പോയി അടുത്ത് നിന്ന് തന്റെ സൗന്ദര്യം ആസ്വദിക്കാനായിരിക്കും. I was no mere image cut in granite. ഗ്രാനൈറ്റ് കല്ലിൽ കൊത്തിയെടുത്ത ശില്പമല്ല ഞാൻ. I was suddenly a man of flesh and blood. പെട്ടെന്ന് ഞാനൊരു മജ്ജയും മാംസവുമുള്ള മനുഷ്യനായി മാറി.
Still holding my breath, I got up from the chair. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. I quietly went out through the door into the veranda. പെട്ടെന്ന് ആ ഡോറിലൂടെ ഞാൻ വരാന്തയിലേക്ക് എത്തി, ഓടി. From there I leapt into the yard and ran for all I was worth. അവിടുന്ന് മുറ്റത്തൂടെ എൻ്റെ സർവ്വശക്തിയും എടുത്ത് ഞാൻ പുറത്തേക്ക് ഓടി. Each of us heaved a sigh of relief. പെട്ടെന്ന് ഇത് കേട്ടുകൊണ്ടിരുന്നവരെല്ലാം ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. All of us lit beedies. പെട്ടെന്ന് എല്ലാവരും ഒരു ബീഡി കത്തിച്ചു. Somebody asked, "Doctor, is your wife very fat?" എന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഡോക്ടറെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് തടിയുണ്ടോ? No, the doctor said. ഡോക്ടർ പറഞ്ഞു, ഇല്ല. God willed otherwise. ദൈവം വിധിച്ചത് മറിച്ചാണ്. My life companion is a thin, reedy person with the gift of a sprinter. എൻ്റെ ലൈഫ് കമ്പാനിയൻ, എൻ്റെ ഭാര്യ, റീഡി, ഈർക്കിൽ പോലെ മെലിഞ്ഞ സ്പ്രിന്റർ, വളരെ വേഗത്തിൽ ഓടുന്ന ഒരാളാണ്. Someone else asked, "Doctor, when you ran, did the snake follow you?" അങ്ങ് ഇറങ്ങി ഓടിയപ്പോൾ പാമ്പ് നിങ്ങളെ ഫോളോ ചെയ്തോ? The doctor replied, "I ran and ran till I reached a friend's house." എൻ്റെ കൂട്ടുകാരൻ്റെ വീട് എത്തുന്നത് വരെ ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു. Immediately I smeared oil all over myself and took a bath. അവൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ അപ്ലൈ ചെയ്തെന്നാണ്, പുരട്ടി, ഞാൻ എൻ്റെ ദേഹത്ത് എണ്ണ തേച്ചു, എന്നിട്ട് ഒന്ന് കുളിച്ചു. I changed into fresh clothes. പുതിയ വസ്ത്രം ധരിച്ചു. The next morning at about 8:30 I took my friend and one or two others to my room to move my things from there. പിറ്റേന്ന് രാവിലെ ഞാൻ എൻ്റെ കൂട്ടുകാരനൊപ്പം ഒന്ന് രണ്ട് ആൾക്കാരെ കൂടെ വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് താമസം മാറാൻ സാധനങ്ങൾ പറക്കാൻ പോയി. But we found we had little to carry. അവിടെ ചെന്നപ്പോൾ കൊണ്ടുപോകാൻ ഒന്നുമില്ല, എടുക്കാൻ സാധനങ്ങളൊന്നുമില്ല. Some thief had removed most of my things. ഏതോ കള്ളൻ വന്ന് എൻ്റെ എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നു. The room had been cleaned out. ആ റൂം ക്ലീൻ ആണ്, ഒന്നുമില്ല, എല്ലാം പോയി. But not really. The thief had left behind one thing as a final insult. പക്ഷേ ഒരു ഇൻസൾട്ട്, അപമാനം, തന്നെ അപമാനിക്കാൻ എന്ന വണ്ണം കള്ളൻ ഒരു കാര്യം അവിടെ ഇട്ടിട്ടാണ് പോയത്. What was that? I asked. എന്താ അത്? ഞാൻ ചോദിച്ചു. The doctor said. ഡോക്ടർ പറഞ്ഞു, "My vest." എൻ്റെ പെനിയൻ. The dirty one. The fellow had such a sense of cleanliness. ആ കള്ളന് വളരെ ശുചിത്വബോധമുള്ള ഒരു കള്ളനായിരുന്നു. The rascal could have taken it. ആ കള്ളൻ ഇത് കൊണ്ടുപോകാമായിരുന്നു. And used it after washing it with soap and water. അവൻ ഇത് കൊണ്ടുപോയി വേണമെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി ഉപയോഗിക്കാമായിരുന്നു. Did you see the snake the next day, doctor? പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും അടുത്ത ദിവസം ആ പാമ്പിനെ കണ്ടോ? ഒരാൾ ചോദിച്ചു. The doctor laughed. ഡോക്ടർ ചിരിച്ചു. I have never seen it since. പിന്നെ ഞാൻ ഒരിക്കലും ആ പാമ്പിനെ കണ്ടിട്ടില്ല ഇന്ന് വരെ. It was a snake which was taken with its own beauty. സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു പാമ്പായിരുന്നു